ഒരു ബിസിനസ്സുകാരനെ സ്വന്തം കുട്ടീനെ പോലെയാണ് ആളുടെ ബിസിനസ് എന്നൊക്കെ പറയും. അപ്പോൾ നമ്മളുടെ കുട്ടികൾക്ക് ഒരു ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഇല്ലാതെ നോക്കേണ്ട നമ്മൾ ഉത്തരവാദിത്തമാണല്ലോ. ഒരു ബിസിനസ് ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിക്ക് കൈ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവിടെ ഒരു റിലേഷൻഷിപ്പിന് കൈ കൊടുക്കുകയാണ്. പലപ്പോഴും എന്താ വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് കുറേ ഫണ്ട് ചിലവാക്കും, പക്ഷേ അവിടെ എന്തല്ല, അവിടെ കറക്റ്റായിട്ട് നോക്കിയിട്ടുണ്ടാവില്ല, അതിൻ്റെ ഒരു ഫിനാൻഷ്യൽ ഹെൽത്തിന് മാച്ചിങ് ആണോ എന്നുള്ളത് നോക്കിയിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മളുടെ ഫിനാൻഷ്യൽ ഹെൽത്തിന് മാച്ചിങ് ആണോ നോക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മളെ കുട്ടീനെ കൃത്യമായിട്ട് അറിയണം. നമ്മളെ ബിസിനസ്സിൽ ആക്ച്വലി എത്രത്തോളം പൊട്ടൻഷ്യൽ ഉണ്ട് എന്നുള്ളത് അറിഞ്ഞിട്ട് മാത്രമാണ് നമുക്കൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിന് കൈ കൊടുക്കേണ്ടി വരുന്നുള്ളൂ. അങ്ങനെ ആകുമ്പോൾ മാത്രമേ ഒരു നല്ല ഹെൽത്തി റിലേഷൻഷിപ്പ് അവിടെ ഉണ്ടാവുള്ളൂ. പലപ്പോഴും എന്താ വെച്ച് കഴിഞ്ഞാൽ ₹1 കിട്ടാൻ വേണ്ടിയിട്ട് ₹10 വരെ ചിലവാക്കുന്ന ഒരു സിനാരിയോ ഉണ്ട്. അതൊരു സ്ട്രാറ്റജിൻ്റെ ഭാഗമാണെങ്കിൽ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഒരു സ്ട്രാറ്റജിൻ്റെ ഭാഗമല്ലാതെ കുറേ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവും, കുറച്ച് സെയിൽ നടക്കുന്നുണ്ടാവും, കൃത്യമായിട്ട് എത്രത്തോളം റിട്ടൻഷൻ ഉണ്ടെന്നോ അല്ലെങ്കിൽ ലൈഫ് ടൈം വാല്യൂ ഉണ്ടെന്നുള്ളതോ അല്ലെങ്കിൽ കൃത്യമായിട്ട് കോസ്റ്റ് ഓഫ് കസ്റ്റമർ അക്വിസിഷൻ എന്താ പറയുക പ്ലാൻ ചെയ്ത് അതിനനുസരിച്ചുള്ളൊരു സ്ട്രാറ്റജി ഒന്നുമില്ലാതെ മറ്റേ ബിസിനസ്സുകാരന് ചെയ്യണ്ടല്ലോ, എൻ്റെ കോമ്പറ്റീറ്റേഴ്സ് മൊത്തം ചെയ്യുന്നുണ്ട്, എന്നാൽ എനിക്കും ചെയ്യാം എന്നുള്ള രീതിയിൽ എന്താ പറയുക നമ്മളെ മനസ്സിലാവാതെ ബാക്കിയുള്ളവരെ കണ്ടിട്ട് ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിക്കൊക്കെ പോകുന്നത് യഥാർത്ഥത്തിൽ ബിസിനസ്സിന് പലപ്പോഴും ബുദ്ധിമുട്ടാവാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് എപ്പോഴും ചെയ്യേണ്ടത് നമുക്ക് ആദ്യം സ്വന്തം ബിസിനസ്സുമായിട്ടൊരു ക്ലാരിറ്റി ഉണ്ടാവുകയാണ്. നമ്മൾ കുട്ടികളെ ബാക്കിയുള്ള കുട്ടികളായിട്ട് കമ്പയർ ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ ബിസിനസ്സിനെ ബാക്കിയുള്ള ബിസിനസ്സിനെ കമ്പയർ ചെയ്തിട്ട് വെറുതെ തോന്നിയമായിട്ടൊരു തീരുമാനം എടുക്കുക എന്ന് പറഞ്ഞത്. ഇപ്പോൾ കൃത്യമായിട്ട് നമ്മൾ ബിസിനസ്സിൽ ഒരു ആക്ഷൻ എടുക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളെ ബിസിനസ്സിനെ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം, ഡാറ്റ ഡ്രിവൺ ആയിട്ടായിരിക്കണം. നമ്മുടെ ബിസിനസ്സിലുള്ള കൃത്യമായിട്ട് ക്ലാരിറ്റി ഇല്ലാതെ ഒരിക്കലും മാർക്കറ്റ് ചെയ്തിട്ട് കാശ് കളയുന്ന സിറ്റുവേഷൻ നമുക്ക് ഉണ്ടാവരുത്.